Hello friends, TutorVault മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂ യൂട്യൂബ് അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും എന്തായിരിക്കും ഈ ന്യൂ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഈ ന്യൂ അപ്ഡേറ്റ് ശരിക്കും യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു അടിപൊളി യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത്. അതിപ്പോൾ പുതിയ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, അതായത് നമുക്ക് മോണിറ്റൈസ്ഡ് കിട്ടാണ്ട് ഇപ്പോൾ റണ്ണിങ് ആയി തുടങ്ങിയിട്ടുള്ള ഒരു യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ഓൾറെഡി സക്സസ്ഫുൾ ആയി നിൽക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആകുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും വളരെ പ്രയോജനം കിട്ടുന്ന ഒരു കിഡിലൻ ടൂളാണ് യൂട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ നമുക്ക് തേർഡ് പാർട്ടി ഓഡിയോ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് നിരവധി സ്ട്രഗിൾ ചെയ്യുന്ന നിരവധി യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിലും നിരവധി വരുന്ന ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണ് ഒരു ഫ്രീ ടൂള്, അതായത് വാട്ടർമാർക്ക് ഇല്ലാണ്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ടൂളിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കോപ്പിറൈറ്റ് ക്ലെയിം കൂടാണ്ട് ആഡ് ചെയ്യേണ്ട മെത്തേഡുകളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നൊക്കെ നിരവധി ക്വസ്റ്റ്യൻസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ നമ്മൾ അതിൻ്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെയും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യേണ്ടതിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും കാണാണ്ട് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഓടി വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നവരാണ് എങ്ങനെ നമുക്കൊരു അടിപൊളി വീഡിയോ എഡിറ്റിംഗ് ടൂൾ കണ്ടുപിടിക്കും അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ വീണ്ടും ചോദിക്കുന്നവരാണ്. കാരണം യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഒന്ന് കണ്ടു കഴിഞ്ഞ് മനസ്സിലാകും അതിൽ ഓരോ വീഡിയോയും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കാണാണ്ട് ഫസ്റ്റ് കാണുന്ന ഒരു വീഡിയോയ്ക്ക് വന്ന് കമൻറ്റ് ചെയ്യാണ്ട് ചാനലിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വീഡിയോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വീണ്ടും ആ ഒരു കമൻറ്റിന് റിപ്ലൈ ചെയ്യാനെങ്കിലും നമുക്ക് തോന്നും. എന്നാൽ ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഇനി ആരോടും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യണ കാര്യങ്ങളോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്യണ കാര്യങ്ങളോ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് ഒരു അടിപൊളി ആപ്ലിക്കേഷൻ യൂട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് രണ്ട് ആപ്ലിക്കേഷനാണ് നമുക്കുള്ളത്. ഒന്ന് യൂട്യൂബും യൂട്യൂബ് സ്റ്റുഡിയോയും പിന്നെ ഓർണോഡിയുണ്ട് യൂട്യൂബ് മ്യൂസിക് എന്ന് പറയുന്ന 3 ആപ്ലിക്കേഷൻസ് ആണ് യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഒരു അടിപൊളി യൂട്യൂബിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതായത് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് യൂട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേര് യൂട്യൂബ് ക്രിയേറ്റർ എന്നാണ്. ഇപ്പോൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല, കാരണം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒട്ടുമിക്ക ആർക്കും വന്നിട്ടില്ല. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്കാണ് വരുന്നത്. ആ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓരോ മെത്തേഡും അതിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളൂ. അത് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ ഒന്ന് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയാണ് വന്നത്. യൂട്യൂബ് ക്രിയേറ്റർ എന്ന് പറയുന്നത് മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ പോലെ തന്നെ അല്ലെങ്കിൽ മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ എഫക്റ്റുകളും ആഡ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് 4K റെസൊല്യൂഷൻ അതല്ലെങ്കിൽ ഏറ്റവും ഹൈ റെസൊല്യൂഷനിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്യാനും നമുക്ക് വോയിസ് ഓവർ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതായത് കോപ്പിറൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാനും ഒക്കെ ഉള്ള എല്ലാ ഓപ്ഷൻസും യൂട്യൂബ് ക്രിയേറ്ററിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ നമ്മളൊരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നിരവധി ടൂൾസുകൾ നമുക്ക് ലഭ്യമാണ്. എന്നാൽ ചിലതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും അതിൻ്റെ ഫ്രീ വേർഷൻ ഇല്ല, പെയ്ഡ് വേഷം കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്ന നിരവധി ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കൈൻ മാസ്റ്റർ ആയിക്കോട്ടെ, VN ടൂൾ ആയിക്കോട്ടെ, നിരവധി ടൂളുകൾ നമുക്ക് ലഭ്യമാണെങ്കിലും കൈൻ മാസ്റ്ററിൻ്റെ അകത്ത് നമുക്ക് വാട്ടർമാർക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മോഡ് APK ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഇതൊക്കെ എത്രമാത്രം ട്രസ്റ്റബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു 100% ഷുവർ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് പറയാൻ പറ്റില്ല ഈ മോഡ് ആപ്ലിക്കേഷൻ എത്രമാത്രം സേഫ്റ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ VN ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് എല്ലാ എഫക്റ്റുകളും യൂസ് ചെയ്യാമെങ്കിലും കുറച്ച് ഫംഗ്ഷനാലിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്ക് VN ആപ്ലിക്കേഷൻ വളരെ ഫ്രീ ആയിട്ടുള്ളൊരു ടൂൾ തന്നെയാണ്. VNൻ്റെ അകത്താണ് ഞാനും വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഒട്ടുമിക്ക ഒരു ചെറിയ എഡിറ്റിംഗ് ടൂൾ എന്ന് നമുക്ക് പറയാം. കാരണം നമുക്ക് സിമ്പിളായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ വീഡിയോ എഡിറ്റിംഗ് ടൂൾ തന്നെയാണ് VN എന്ന് പറയുന്നത്. യൂട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന യൂട്യൂബ് ക്രിയേറ്റർ എന്ന് പറയുന്ന ന്യൂ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് യൂട്യൂബ് ഓഡിയോ ലൈബ്രറി ആയിട്ട് സിങ്ക് ചെയ്താണ് അവർ ഇറക്കാൻ പോകുന്നത്.
നിങ്ങൾ ഓൾറെഡി തന്നെ യൂട്യൂബ് ഓഡിയോ ലൈബ്രറിയിൽ നിന്നും ഓഡിയോ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ വീഡിയോ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്രെഡിറ്റ് ഒക്കെ ആഡ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമുക്കൊരു കുറേ സമയം അതിൽ തന്നെ പോകുന്നുണ്ട്, ഡൗൺലോഡ് ചെയ്യാനും അത് ആഡ് ചെയ്യാനും പിന്നെ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാനൊക്കെ നിരവധി സമയം പോകുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ ഇതൊന്നും വേണ്ട. ഇനി യൂട്യൂബ് ക്രിയേറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ അകത്ത് ഓൾറെഡി തന്നെ യൂട്യൂബിൻ്റെ ഓഡിയോ ലൈബ്രറി ആയിട്ട് സിങ്ക് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മുടെ വോയിസ് ഓവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി തന്നെ യൂട്യൂബ് ക്രിയേറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിന്നും നമുക്ക് യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് ഇല്ലാത്ത ഓഡിയോ നമുക്ക് അതിലേക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്നിട്ട് അതിൻ്റെ സൗണ്ട് നമുക്ക് മിക്സ് ചെയ്യാനും എല്ലാ ഓപ്ഷൻസും അതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വേറെ ഒരു ആപ്ലിക്കേഷനും നോക്കേണ്ട ആവശ്യമില്ല. ഹൈ റെസൊല്യൂഷനിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും യൂട്യൂബ് ക്രിയേറ്റർ എന്ന് പറയുന്ന പുതിയതായി ലോഞ്ച് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടും നിങ്ങൾക്ക് മികച്ച ഒരു പുതിയ അപ്ഡേറ്റ് തന്നെയാണ് യൂട്യൂബ് പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് എല്ലാം കാണുക. യൂട്യൂബ് ക്രിയേറ്ററിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഉടൻ തന്നെ വരും. എങ്ങനെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നുള്ള അടിപൊളി വീഡിയോ നമ്മുടെ ചാനലിലൂടെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റുകൾ അറിയുന്നതിനും അടിപൊളി വീഡിയോസ് കാണുന്നതിനും വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുത്തതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.